കണ്ണൂരിലെ കടമ്പൂർ സ്കൂളും എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള ബന്ധത്തിൽ SFIO അന്വേഷണം. വീണ വിജയന്റെ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് SFIO കത്ത് നൽകി. വിദ്യാഭ്യാസ കച്ചവടത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും മാനേജർ P മുരളീധരനെതിരെ നടപടിയെടുത്തില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടാണ്. എക്സാലോജിക്കിനെതിരെ SFIO നടത്തുന്ന അന്വേഷണത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം, ധാരണാപത്രത്തിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ P മുരളീധരന് SFIO കത്ത് നൽകിയിരുന്നു. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. സ്കൂൾ മാനേജർക്കെതിരെയും സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും വ്യാപക പരാതി ഉയർന്നിട്ടും സർക്കാർ മൗനം തുടരുകയാണ്. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എന്താണെന്ന് വ്യക്തമാക്കാൻ സ്കൂൾ മാനേജർ തയ്യാറാകാത്തതും ഇടപാടിൽ ദുരൂഹത തോന്നിപ്പിക്കുന്നു. സ്കൂൾ മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടക്കുന്നത് വൻ സാമ്പത്തിക ക്രമക്കേടാണ്. ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ച കോടികൾ, സർക്കാർ അച്ചടിച്ചു നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണപ്പിരിവ്, വൈദ്യുതിക്കും വെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക, യൂണിഫോം വിതരണത്തിലെ വ്യാജ GST ബിൽ ഉപയോഗിച്ചുള്ള ക്രമക്കേട്, പലതരത്തിലുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പല വകുപ്പുകളിൽ പരാതിയുണ്ട്. പക്ഷേ എല്ലായിടത്തും ഉന്നതന്റെ കാണാച്ചരട് സംരക്ഷണം നൽകുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വൻ വിദ്യാഭ്യാസ കൊള്ള നടന്നിട്ടും നടപടിയെടുക്കാൻ എന്താണിത്ര ഭയം? അതോ ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാര സ്മരണയാണോ ഈ സംരക്ഷണം? റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.